വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കേരളത്തിന്റെ IT കമ്പനികളുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് അതിന്റെ സെക്രട്ടറിയാണ് അതോടെ ശ്രീകുമാർ വി. നമ്മുടെ ടാറ്റ എലക്സി എന്ന കമ്പനിയുടെ സെന്റർ ഹെഡാണ്. കേരളത്തിലെ ഏകദേശം 280ഓളം IT കമ്പനികളുടെ കൂട്ടായ്മയാണ് GTEC. ഇന്ന് കേരളത്തിൽ എംപ്ലോയി ചെയ്യപ്പെട്ടിരിക്കുന്ന 80%-ലധികം യുവാക്കളും, അതായത് IT ക്രൗഡാണല്ലോ ഏറ്റവും യുവാക്കളുടെ ക്രൗഡ്, അത് GTEC കമ്പനികളുടെ കീഴിലുള്ളതാണ്. തിരുവനന്തപുരം, കൊച്ചി, കാലിക്കറ്റ് എല്ലാ IT പാർക്കുകളിലും GTECന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പറയായിട്ടും അദ്ദേഹത്തെ വിശദീകരിക്കും. പറഞ്ഞ മാതിരി കേരളത്തിലെ IT ഇൻഡസ്ട്രി ബോഡിയാണ് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ്. 285 കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അല്ലെങ്കിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചി ഇക്കോ പാർക്ക്, കാലിക്കറ്റ് സൈബർ പാർക്ക്, എല്ലാ പാർക്കുകളിലെയും പാർക്കിന് പുറത്തുമുള്ള IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ്. ഗവൺമെന്റുമായിട്ടും IT സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, പോളിസിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ GTEC ആണ് അതിനകത്ത് മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ളത്. GTECിന് ഈ കമ്പനികളുടെ സംഘടന എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനകത്ത് ചില ഫോക്കസ് ഗ്രൂപ്പ്സ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സംഘടന പ്രവർത്തിക്കുന്നത് മെമ്പേഴ്സിന്റെ സംഘടനയാണെങ്കിൽ ചില ഫോക്കസ് ഗ്രൂപ്പ്സ് ആണ്. ഒരു ഫോക്കസ് ഗ്രൂപ്പിന്റെ പേരാണ് അക്കാഡമിയ ടെക്നോളജി. അതായത് അക്കാഡമിയയും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് ന്യൂ ലേൺ എന്ന് പറയുന്നത്. ന്യൂ ലേൺ എന്ന് പറഞ്ഞാൽ മൈക്രോ ലേണിംഗ് ആണ്. അത് ആ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ന്യൂ ലേൺ എന്നുള്ളൊരു മൂവ്മെന്റിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ തുടക്കം ശ്രീപൂരിൽ നിന്നാണെങ്കിലും അത് ഇപ്പോൾ GTEC അസോസിയേഷൻ അത് ടേക്കപ്പ് ചെയ്യുകയും അത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 വർഷം മുമ്പാണ് ന്യൂ ലേൺ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങിയപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏത് റിമോട്ട് കോർണറിലുമുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെ സ്കിൽഡ് ആക്കാൻ പറ്റണം. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. സ്കിൽ ഉണ്ടെങ്കിൽ അവർ എംപ്ലോയബിൾ ആവാനോ അല്ലെങ്കിൽ സ്വയം ഓണ്ടർപ്രണർ ആവാനോ ഉള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടണം. അങ്ങനെ ഡെമോക്രാറ്റൈസിങ് നോളജ് ആൻഡ് സ്കിൽസ് എന്നുള്ളതാണ് അതിന്റെ സ്ലോഗൻ. എല്ലാവർക്കും അത് അവൈലബിൾ ആക്കണം. ആക്സസ് ടു നോളജ് ആൻഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് should be there for every student, every aspiring student in Kerala എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയത് 3 വർഷം മുമ്പാണ്. ഇതുവരെ നമ്മൾ അതിന് കാര്യമായ പബ്ലിസിറ്റിയോ PR ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് ഓർഗാനിക് ആയിട്ട് അത് വളർന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ന്യൂ ലേൺ. ആ പ്ലാറ്റ്ഫോം ഈസ് അവൈലബിൾ ഫ്രീ ഫോർ സ്റ്റുഡൻസ്. There is not a single rupee of transaction there. And all the learning and skilling that happens on the platform is absolutely free for every student in Kerala or even outside Kerala. ഇന്ന് 42,000 കുട്ടികൾ ആ പ്ലാറ്റ്ഫോമിൽ ലൈവാണ്. ഏകദേശം 150 കോളേജസ്, അത്രത്തോളം തന്നെ മെന്റേഴ്സ്, ഇവാലുവേറ്റേഴ്സ്, വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സ്, ഇൻഡസ്ട്രി ലീഡേഴ്സ് എല്ലാവരും പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇവിടെ ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല. എല്ലാ സ്റ്റുഡൻസും അതിനകത്ത്, അല്ലെങ്കിൽ അസ്പയറിംഗ് സ്കിൽഡ് ആവാൻ ആഗ്രഹമുള്ള എല്ലാവരും അവിടെ വന്ന് പിയർ ലേണിംഗിൽ കൂടെയാണ് അവർ സ്കിൽഡ് ആവുന്നത്. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ന്യൂ ലേണിനകത്ത് കയറി പല സ്റ്റേജസിൽ കൂടി പുറത്തു വരുമ്പോൾ 2 ഓപ്ഷൻസ് ആണ് അവർക്ക് ഉണ്ടാവുക. ഐദർ ദേ വിൽ ഗെറ്റ് എംപ്ലോയ്ഡ്, അല്ലെങ്കിൽ അവർ സ്വയം ഒരു ഓണ്ടർപ്രണറായി മാറാം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം പല ഏജൻസികളും, ലോകോത്തരമായ പല ഏജൻസികളും വന്ന് അതിനെപ്പറ്റി കണ്ട് അവരത് വളരെ യുണീക്കാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ അടുത്ത ലെവലിലേക്ക് നമ്മളത് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ്. അപ്പൊ അടുത്ത ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ന്യൂ ലേൺ ഡെവലപ്മെന്റ് ഇപ്പൊ ഈ പെർമ്യൂട്ട് എന്നുള്ള ഒരു ആനുവൽ ഇവന്റ് ആണ് ന്യൂ ലേൺ നടത്തുന്നത്. അത് എല്ലാവരെയും, ഈ ഇക്കോസിസ്റ്റത്തിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഗവൺമെന്റ്, ഇൻഡസ്ട്രി, ബാക്കി സ്കില്ലിംഗ് ഏജൻസീസ്, സ്റ്റുഡൻസ്, അക്കാഡമിയ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നമുക്ക് സ്റ്റേറ്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കൊണ്ടുള്ള ഒരു ഇവന്റ് ആണ് ഈ പെർമ്യൂട്ട്. കഴിഞ്ഞ വർഷവും പെർമ്യൂട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പെർമ്യൂട്ടോടുകൂടി ന്യൂ ലേണിന്റെ അടുത്ത ഫേസ് ഓഫ് ഗ്രോത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. ന്യൂ ലേൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയും അക്കാഡമിയും ഗവൺമെന്റ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലകളിൽ സ്കില്ലിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾക്ക് കോമൺ പരീക്ഷ നടത്തിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. ചിലർക്ക് സിനിമ പഠിക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് എന്തായിരിക്കും ടെക്നോളജിയോടായിരിക്കും താല്പര്യം. അപ്പൊ അവർക്ക് ചിലപ്പോൾ ആ കോഴ്സ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എല്ലാവർക്കും സൗജന്യമായിട്ട് അവർ ഇഷ്ടമുള്ള സ്ഥാനത്തിൽ എത്താനായിട്ട് എന്താ വേണ്ടത്? സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക, അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പഠിക്കുക, ഇൻഡസ്ട്രിയിൽ
സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരു ആക്സസ് കൊടുക്കുകയാണത്. അപ്പം മ്യൂലൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യത്തിനകത്ത് പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടാക്കുക. പ്രൂഫ് ഓഫ് വർക്ക് എന്താ? വെബ് ഡെവലപ്മെന്റ് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് ക്ലബിന് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിന് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു എന്താണ് ചായക്കടയ്ക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്തായി അവനത് പഠിച്ചു എന്നുള്ള തെളിവാണ്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എന്തായിരുന്നു, ഓർമ്മശക്തിയുടെ ഒരു പരീക്ഷണമാണ്. പക്ഷെ നോളജ് ഇപ്പോൾ ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. സ്കില്ലിംഗ് എന്ന് പറയുന്നത് റെപ്പിറ്റേഷനാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് എന്താണോ എൻ്റെ അറിവ് അതിനെ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മ്യൂലൺ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർ പഠിക്കുന്ന കാര്യങ്ങളെ അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത് അതിന് കർമ്മ പോയിന്റ്സ് എന്ന് പറയുന്നൊരു മെക്കാനിസം ഉണ്ട്. അതിനകത്ത് അവർക്ക് ഇയേഴ്സ്, അത് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വീഡിയോ എടുക്കാറുണ്ട്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ അതിന് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പോസിറ്റീവായിട്ട് എൻഗേജ്മെന്റിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അത്തരം ഉയർന്നു വരുന്ന കുട്ടികളെ അവസരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അരുൺ സാറ്. അരുൺ സാർ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് എന്നോടൊപ്പം കോളേജായിരുന്നു ആദ്യം അതിനകത്തേക്ക് ആക്ടിവിറ്റി വന്നത്. ഞാൻ ട്രിനിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പളാണ് അരുൺ സുരേന്ദ്രൻ. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ദീപ് സൂചിപ്പിച്ചതുപോലെ. എക്സാം ബേസ്ഡ് സിസ്റ്റം ആണ് ഇത്രയും സ്വാതന്ത്ര്യത്തിന്റെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വി ഹാവ് എ സോർട്ടിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു പരീക്ഷയിട്ട് അതിൽ സോർട്ട് ചെയ്യും. അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ശരിക്കും ഡെവലപ്ഡ് ആയ ഒരു സമൂഹം എന്ന് പറയുന്നത് സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കണം. ഓരോ കുട്ടിയുടെയും ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ യുവാവിന്റെയും കഴിവുകൾക്കനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വന്നത്. സോ ഫ്രം സോർട്ട് ടു സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി വി ക്യാൻ ഡു ദിസ് ത്രൂ ഓൺലൈൻ ചാനൽ. ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടെങ്കിലും തന്നെ വി ക്യാൻ ട്രൈ ടു റീച്ച്. കേരളത്തിലെ കണക്ടിവിറ്റി ഇന്ത്യയിലുള്ളതിൽ തന്നെ ഹയസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ there is a very interesting concept called affinity spaces. വീഡിയോ ഗെയിം കളിക്കുന്നവർക്ക് അറിയാം, ഓരോ വീഡിയോ ഗെയിമിനും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഫാൻസ് ആയിട്ടുള്ളത്. അവര് ആ വീഡിയോ ഗെയിം കൂടുതൽ പേര് കളിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു പൈസ പോലും വാങ്ങിക്കാതെ വളരെ ഇലാബറേറ്റ് മാനുവൽസ് തയ്യാറാക്കുന്നു, പുതിയ ട്രിക്കുകൾ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫീൽഡിൽ നമുക്കൊരു അഫിനിറ്റി ഉണ്ടെങ്കിൽ, നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ, ആ സ്പേസിലോട്ട് പുതിയ തലമുറയെ കൊണ്ടുവരാൻ അതിനകത്തുള്ളവർക്ക് അത്യധികമായ ഒരു താല്പര്യമുണ്ട്. അങ്ങനത്തെ അഫിനിറ്റി സ്പേസസ്. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റക്കായിരിക്കുന്നത് ബ്രിക്ക് ആൻഡ് മോർട്ടർ ആണ്, ബിൽഡിംഗ് ആണ്. ഈ കോളേജിൽ പോയാൽ നന്നാവും, ആ കോളേജിൽ പോയാൽ അങ്ങനെയല്ല. അതേപോലെ അധ്യാപകരിൽ വളരെ ഡിപ്പെൻഡന്റ് ആണ്. പലർക്കും കണക്ക് ഒരു പുതിയ തേങ്ങയായി മാറുന്നത് എപ്പോഴും ഒരിക്കലും മോശമായ ഒരു കണക്ക് സാർ വന്നു പോയതിന്റെ ഫലമാണ്. അവരുടെ ലൈഫിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ച അധ്യാപകരുള്ള വിഷയങ്ങൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിട്ട് മാറുന്നു. സോ അവർ ഐഡിയ വാസ് അങ്ങനെ ഇഷ്ടപ്പെട്ട് പാഷനറ്റ് ആയിട്ട് ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ അടുത്ത തലമുറ അങ്ങനെ വരുമ്പോൾ എവറിത്തിങ് ഹാസ് എ വാല്യൂ. വി ക്യാൻ സപ്പോർട്ട് പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ ടാലന്റ്. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. ആദ്യം നമ്മൾ 1000 കുട്ടികൾ 2000 കുട്ടികളൊക്കെ നമ്മൾ വളരെ ത്രില്ലായിട്ട് കൗണ്ട് ആവുമായിരുന്നു. ഇപ്പോൾ 42,000 43,000 സ്റ്റുഡൻസ് ഇൻവോൾവ് ആണ്. ഇറ്റ്സ് എ വെരി സൈലന്റ് റെവല്യൂഷൻ ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിങ് ഓവർ ദ ലാസ്റ്റ് 3 years. വളരെ ഡീപ്പായിട്ട് ഇതിൽ ഇൻവോൾവ് ആയ കുട്ടികളുണ്ട്. ഇൻഡസ്ട്രീസിന് ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് വർഷം സംസാരിച്ചതിന് ശേഷം ഇന്റേൺഷിപ്പ് ഒരു പോളിസി ഉണ്ടായി. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ KTUവിന്റെ അനുസരിച്ച് അവർക്ക് 3 മാസം ഇന്റേൺഷിപ്പിന് പോകാം, അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ മൊത്തമായി ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യാം. പക്ഷെ ഇതിന് ഇൻഡസ്ട്രിയും കൂടെ റെഡിയായി വരണമല്ലോ. ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പോളിസീസ് കറക്റ്റ് ആണ്. സോ ഹൗ ക്യാൻ വി ബ്രിങ് ദ മാക്സിമം ബെനിഫിറ്റ് ടു മാക്സിമം സ്റ്റുഡൻസ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മ്യൂലൺ ഒരു വളരെ സൈലന്റ് റെവല്യൂഷണറി പാർട്ട്ണർ ആയിട്ട് ഈ കണക്റ്റിംഗ് അഫിനിറ്റി സ്പേസ് ആണ്. എക്സ്ട്രീംലി ആക്റ്റീവ് ആയ ഒരു സ്പേസ് ആണ് കുട്ടികൾ ചെയ്യുന്ന പ്രോജക്ട്സ്. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഈ ഇവന്റിന് വിൽ ബി ഏബിൾ ടു ഫീച്ചർ അറൌണ്ട് 150 പ്രോജക്ട്സ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ഡൂയിങ്. നമ്മുടെ ഇപ്പോൾ നെഗറ്റീവ് വാർത്തകളാണ് ഒരുപാട് വരുന്നത്. ബട്ട് ഓൾ ദ ന്യൂസ് പേപ്പേഴ്സ് ഇൻ കേരള gave so much front page space for Sunitha Williams coming back. ഇപ്പൊ സയൻസിനും ടെക്നോളജിക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന, യുവാക്കൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ 360 ദിവസം ഫോളോ ആക്കാനുള്ള വകുപ്പുണ്ട്. വളരെ ഡീപ്പായ പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താനും കൂടി ഈ ഒരു വേദി ടാഗോർ തിയേറ്ററിൽ സഹായിക്കും. അപ്പോൾ ഇതിന്റെ അക്രോസ് ദ സ്റ്റേറ്റിലുള്ള 2000-ഓളം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്തിനാ വരുന്നതല്ലേ, ഇന്ന് നമ്മള് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് 2K കിഡ്സ്. 2K കിഡ്സ് എന്തായിരിക്കും ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും?
അവർ മൊത്തം ഡ്രഗ് യൂസേഴ്സും വൈലന്റും അമ്മയെ തരുന്നതും ഒക്കെ ആണെന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ മെയിൻ ചെയ്യപ്പെടുന്നത്. ഇവിടെ ആലോചിക്കേണ്ടത് മെജോറിറ്റി കുട്ടികൾ ഇന്ന് അവിടെ ഉണ്ടോ? വളരെ ചെറിയൊരു ശതമാനം കുട്ടികളാണ് അവിടെ അത് ഇന്ന് ഇതിന് ഡ്രഗ് അബ്യൂസിലേക്ക് വന്നിട്ടുള്ളത്. അവര് മെയിൻ സ്ട്രീം ചർച്ചകളാവുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ പാരന്റ്സിന് ബാക്കി പേടിയാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു റാസ്ബെറി പൈ അല്ലെങ്കിൽ ഒരു ഓർഡിനോ ബോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇവന്റ് പുതിയ ഡ്രഗിലുള്ള എന്തെങ്കിലും സാധനമാണ് കൊണ്ടുവരേണ്ടത് സംശയത്തോടുകൂടിയാണ് നോക്കുന്നത്. ബിക്കോസ് ദേ ഡു നോട്ട് നോ വാട്ട് ദീസ് ഡേയ്സ് ആർ ഡൂയിങ്. ന്യൂറോണില് നമ്മളിവിടെ സ്പാർക്ക് ചെയ്യാൻ എന്ന് പറയുന്ന ടെക്നോളജി പഠിച്ച് പടം വരയ്ക്കാൻ അറിയുന്ന കുട്ടികൾ ലോകത്തെ ഏറ്റവും മികച്ച 200 പേരിൽ 27 പേര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ 2 കുട്ടികൾ വൈക്കോമിഡിയറ്റ് എന്ന് പറയുന്ന വേൾഡിലെ ഏറ്റവും വലിയ ഇൻക്യുബേറ്റർ പോയിട്ട് ഇന്ത്യയുടെ മെയിൻ സ്റ്റോറി അതല്ല. അപ്പോൾ ഈ 2K കിഡ്സ് മൊത്തം അങ്ങനെയാണെന്നൊരു പെർസെപ്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, ഈ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. അതിന് പകരം അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരുടെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൂടി ഇതിനോടൊപ്പം നമുക്ക് നൽകാൻ കഴിയണം. അതിനകത്ത് 200ഓളം ഏറ്റവും മികച്ച നല്ല പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളോട് വരുന്നത്. അവരെ എന്ത് ചെയ്തു എന്നല്ല നമ്മൾ കവർ ചെയ്യേണ്ടത്, അവർക്ക് ഈ പ്രായത്തിൽ എങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത് ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിന്റെ ഏജൻസികൾ സർക്കാരിൻ്റെതുണ്ട്. യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം പോലെ, സ്റ്റാർട്ടപ്പ് മിഷൻ, IEDs പോലെ പല കളക്ട് ചെയ്തിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഈ കുട്ടികൾക്ക് പഠനത്തിന്റെ പരീക്ഷയ്ക്ക് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പോലെ അപ്പോൾ ഇത്തരം കമ്മ്യൂണിറ്റീസിന്റെ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് വേണ്ട വേൾഡിലേക്ക് പ്രിപ്പയർ ചെയ്ത് അവർ വരികയാണ് ചെയ്യുന്നത്. കാര്യം എന്താ, നമ്മൾ ചുറ്റും കാണുന്ന മാറ്റം നമ്മൾ ഇതുവരെ കണ്ട വേൾഡ് അല്ല ഈ കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ ജീവിക്കാൻ പോകുന്ന വേൾഡ്. നമ്മൾ ഇന്ന് കാണുന്ന പല ജോലികളും മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും, ജോലികളായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്ന പല പ്രോബ്ലംസും ഈ ബാക്കിയുള്ള റോബോട്ടിക്സും സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ ദേ ആർ ഗോയിങ് ടു എ വേൾഡ് വേർ ദേ ഹാവ് ടു എന്താണ് വർക്ക് ഓൺ സോൾവിങ് ന്യൂ പ്രോബ്ലംസ്. പുതിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ലോകത്തിൽ പോകുന്ന വിദ്യാർത്ഥികളെ അതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള കോൺഫിഡൻസ് ആണ് കൊടുക്കേണ്ടത്. അതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പാഷനേറ്റ് ആയിട്ടുള്ള മെന്റേഴ്സിനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം മ്യൂലേൺ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മുടെ മലയാളികളായിട്ട് ലോകത്ത് പല വലിയ ഗൂഗിളിലും പല കമ്പനികളിലും ചേർന്നിട്ടുള്ള ആൾക്കാരില്ലേ, അവരെല്ലാവരെയും ഒരു വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് കൊണ്ടുവന്നു. ഈ ക്രിയേറ്റഡ് എ ഹ്യൂമൻ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ സാധാരണ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യും. ഓരോ സ്ഥലത്തും ലാബുകൾ ഉണ്ടാക്കും. പക്ഷെ ആ ലാബിനകത്ത് എന്ത് പ്രവർത്തനം നടത്താനുള്ള ആൾക്കാർ വേണ്ടി. അപ്പൊ അത്തരം ആൾക്കാരെ സൗജന്യമായിട്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബർമ്യൂഡ് നമ്മുടെ ടാഗോർ തിയേറ്ററിൽ 29-ാം തീയതി നിങ്ങളെല്ലാവരും ക്ഷണിക്കാനായിട്ടാണ് വന്നത്. ഇന്ന് നമ്മളൊരു പ്രസ് റിലീസായിട്ട് ഓൾറെഡി പോയതാണ്. അന്ന് നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനകത്ത് 100-ലധികം വിദ്യാർത്ഥികൾ വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകളായിട്ട് വരുന്നുണ്ട്. ഏറ്റവും മികച്ച ആൾക്കാരെ നമ്മളവിടെ കൊണ്ടുവരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കണം. നിങ്ങളുടെയും കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഇത് ചെയ്യണം. നിങ്ങളുടെയും കുട്ടികളെയും വീട്ടുകാർക്കും ഒക്കെ എല്ലാവർക്കും വന്ന് എന്താണ് ഇവർ ചെയ്യുന്നത്, എവിടേക്കാണ് നമുക്ക് ഇവരെ ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. അന്ന് എല്ലാവരും ആ ഒരു 24 വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങിനെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതിന് പകരം നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും വരാൻ പറ്റുന്നു. നമുക്കൊരു ലഞ്ചോടുകൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിലേക്ക് കുറച്ച് സമയം എടുത്ത് അവിടെ ഇൻവിറ്റേഷനാണ് നമ്മൾ ശരിക്കും വന്നത്. ഇദ്ദേഹം നമ്മുടെ ന്യൂറോണിന്റെ ചീഫ് ഇമ്പാക്ട് ഓഫീസറാണ്. അതായത് ന്യൂറോൺ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാവരും വോളണ്ടിയേഴ്സ് ആണ്. പണ്ട് നമ്മൾ സാക്ഷരത നടത്തിയില്ലേ, അന്ന് ലിറ്ററസി പ്രോഗ്രാം ഇങ്ങനെ കുറെ വോളണ്ടിയേഴ്സ് അല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ സാക്ഷരതയ്ക്ക് ശരിക്കും ഒരു പ്രശ്നമുണ്ട്. ആ ഒരു നാട്ടിലെ ഒരു മാഷിനോ നാട്ടിലെ ഒരു ലൈബ്രറിയിലോ ഒന്ന് പോയിട്ട് പഠിപ്പിച്ച് എഴുതാൻ വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കാറില്ലല്ലോ. ടെക്നോളജി അറിയണ്ടേ. ആ ഡിജിറ്റൽ ഡിവൈഡ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഡിവൈഡിനെ ഇത് ചെയ്യാനായിട്ട് അത്തരം അറിയുന്ന ആൾക്കാരുടെ വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് വേണം. അതും സൗജന്യമായിട്ട് അവൈലബിൾ ആണ്. പേ ബൗൺസ് ഇല്ലാണ്ട് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ദ മൂവ്മെന്റ് ദാറ്റ് ന്യൂറോൺ ഈസ് ഡൂയിങ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള കോളേജ് എന്ന് പറയുന്നത് മാർ ബസീലിയസ് കോളേജ് ആണ്. ഇത് അവിടെ 2000-ലധികം വിദ്യാർത്ഥികൾ ന്യൂറോണിന്റെ ഭാഗമായിട്ടുണ്ട്. സാർ അരുൺ JS മാർ ബസീലിയസ് കോളേജിലെ അധ്യാപകനാണ്. അതിനോടൊപ്പം തന്നെ മ്യൂലാണുമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ
വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഐതർ ഒരു പാരന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡെഫിനറ്റ്ലി സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള ഒരു ആൾ അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഒരാൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമ്മൾ പൊതുവെ കുട്ടികളോട് ചോദിക്കും, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ആൾക്കാരിൽ ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും ഏതൊരു ഓഡിയൻസിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഏകദേശം ഒരു 95 ചിലപ്പോൾ 100% ആൾക്കാരും കൈ ഉയർത്തും. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടോ, അതോ ഒരു വർഷം പഠിച്ചത് നമ്മൾ റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും എല്ലാ കുട്ടികളും ഹാർട്ടിന്റെ പടം വരയ്ക്കാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരും. എന്നാൽ ഇപ്പോൾ ഒരു ഹാർട്ടിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ അത് തിരിച്ച് റീകളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ അതൊന്ന് അവർ പഠിച്ച് വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് മേടിച്ച് പോയതാണ്. എന്തുകൊണ്ടത് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്മറി സ്പേസിൽ അത് സ്റ്റോർ ചെയ്തു, അത് പരീക്ഷയിൽ എഴുതി കഴിഞ്ഞപ്പോഴേക്കും അത് ഉപേക്ഷിച്ച് അടുത്ത കാര്യം അവിടെ ലോഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മോഡലിലാണ് ഇവർ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ താല്പര്യങ്ങൾ, എന്നാൽ അതേസമയം ഇവര് ഒരുപാട് സമയം ചെലവഴിക്കുന്ന ചില വെബ് സീരീസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിംഗ് പോലെയുള്ള കാര്യങ്ങളിലോ ആ താല്പര്യം അവർ കണ്ടെത്തുന്നതുകൊണ്ട് അവർക്ക് വളരെയധികം സമയം അതിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബോറടി തോന്നുന്നില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ഇതുപോലെ എന്റർടൈനിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ന്യൂ ലേണിലൂടെ ശരിക്കും കഴിഞ്ഞ 3 വർഷമായിട്ട് സാധിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം. മാർഗസ് സീരിയസ് കോളേജിൽ നമ്മളിപ്പോൾ ഓട്ടോണമി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോണമി ആയതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പാഠ്യ പദ്ധതിയോടൊപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ സംവിധാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ വെരി ഗുഡ് ഇൻ ബിൽഡിംഗ് പാരലൽ സിസ്റ്റംസ്. പല സംവിധാനങ്ങൾ പുതിയ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരും. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കും, ഇത് തമ്മിലൊന്നും ഒരു കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് നമ്മുടെ കരിക്കുലത്തിനകത്തേക്ക് എന്റർടൈനിങ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, മാത്രമല്ല അതിനകത്തൊരു ഗെയിമിഫിക്കേഷൻ, അതായത് ഓരോ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴും ഓരോ മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോഴും അവർക്ക് ഈ കർമ്മ പോയിന്റ് എന്ന് പറയുന്നത് ആസ് എ റിവാർഡിംഗ് മെക്കാനിസം കിട്ടുമ്പോൾ അതിനകത്ത് അവരൊരു അഡിക്ഷൻ കണ്ടെത്തുന്നത്, ഒരു ലഹരി. നമ്മളിപ്പോൾ ലഹരിയെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ന്യൂറോൺ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പഠനം എങ്ങനെ ലഹരിയാക്കി മാറ്റാം എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ 42,000 കുട്ടികൾ ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ റിസൾട്ട്സ് ആയിരിക്കും നമ്മുടെ പെർമ്യൂട്ട് പോലുള്ള ഇവന്റുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും പെർമ്യൂട്ടിന് വന്ന് നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഈ പറയുന്ന 2K കിഡ്സ് എന്താണ് ചെയ്യുന്നത്, അതിലേക്ക് നമുക്ക് കൂടുതൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാം, നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാതെ അവരെങ്ങനെ എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് അവരിലേക്ക് വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ളതായിരിക്കും പെർമ്യൂട്ട് കൊണ്ടുള്ളത്. ഒരു അവസാനത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഞങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് സംശയം ഇൻഡസ്ട്രിയുമായിട്ട് സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അവൈലബിൾ ആക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രഗിനെതിരെ ഒരു മാസീവ് ഡ്രഗ് ഫ്രീ കേരള ക്യാമ്പയിൻ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് മുന്നോട്ട് നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഇത്തവണ 7,500ഓളം പേര് പങ്കെടുത്ത ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ മാരത്തോൺ ഓടിയത് കൊണ്ട് മാത്രം അല്ല, അതിന്റെ കണ്ടിന്യൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ IT കമ്പനികളുടെ കൺസോർഷ്യം ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് ഓരോ എംപ്ലോയീസും അവർ പഠിച്ച സ്കൂളിലും അവർ പഠിച്ച കോളേജിലും ഡ്രഗ് ഫ്രീ കേരളയുടെ ഒരു ക്യാമ്പയിൻ, ഒരു വോളണ്ടിയർ മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, അതായത് നമുക്ക് 1-2 പേര് ഇതിനെതിരായിട്ട് നിൽക്കുന്ന സമയത്താണ് അവർ അറ്റാക്ക് ചെയ്യപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നത്. നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് അണിചേരുന്ന യുവാക്കൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഫ്രീ കേരള ക്യാമ്പയിൻ നമ്മളവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കമ്പനീസിനോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, നമ്മുടെ ഹയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അവരേക്ക് ഒരു കൺസെന്റ് ഒരു ഡിക്ലറേഷൻ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്താണ്, ഞാൻ കെമിക്കൽ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്നില്ല, ഞാനത് ചെയ്യുകയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ടെസ്റ്റിങ്ങിന് വിധേയനായി ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി അത്രത്തോളം ഇവിടെ നാട്ടിലുണ്ട് എങ്കിലും അത്രയും വിദ്യാർത്ഥികൾ അതിലേക്ക് എത്തിയിട്ടില്ല, യുവാക്കൾ അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു ട്രാൻസ്മിഷൻ വളരെ വേഗത്തിലാണ്. പക്ഷെ അവിടെ ഒരു ഡിറ്ററൻസ് നമുക്കിടാം, ഒരു പേടി ഉണ്ടാക്കാൻ പറ്റട്ടെ. അതായത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ തലപൊട്ടുമെന്ന് നമുക്കറിയാമെങ്കിലും തെറ്റി അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നത് പറയുന്ന പോലെ ഒരാൾ നിന്നോട് ഡ്രഗ് ഉപയോഗിക്കാൻ പറയുമ്പോൾ ഇവര് പറയണം എനിക്ക് ജോലിക്ക് തടസ്സമുണ്ടാവും, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടുമെന്നൊരു ഫിയർ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. IT industry is coming and taking a bold stand that
വി വിൽ ബി എൻഷുറിങ് നമ്മൾ ഇനി ഹയർ ചെയ്യുന്ന ആൾക്കാർ സബ്സിഡി സർവീസ് ചെയ്യുന്നവരെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള കൺസെന്റ് വാങ്ങിയിട്ടാണ്. വി വിൽ ബി റിക്വസ്റ്റിംഗ് all the other industry also to do that, because collectively together നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ മഹാമാരിയെ നേരിടണമെന്നുള്ളതാണ്. അതായത് ഫ്ലഡ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. കോവിഡ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളെല്ലാം ഒരുമിച്ച് നിന്നു. അതുപോലെ ഒരു മഹാമാരിയാണിത്. വി വിൽ ബി സ്റ്റേയിങ് ടുഗദർ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ് ഫ്രീ കേരള. താങ്ക് യു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.